ഹലോ ഹായ് പറഞ്ഞു ചാക്കോ. തോമു ഹായ്. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലേ. ഞങ്ങൾ കോട്ടയത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജേർണിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ബുക്ക് ചെയ്തെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ആയിപ്പോയി. അപ്പം AC 1 ടയർ ഞാൻ ബുക്ക് ചെയ്തത്. അപ്പം അല്ല എവിടെയും ഇവർ ഓടിപ്പോവില്ലല്ലോ അല്ലേ ചാക്കോ. ചാക്കോ ഓടിപ്പോണ കൂട്ടത്തിലായതുകൊണ്ട് നമ്മൾ സേഫ്റ്റി നോക്കണം അല്ലേ. എന്തായാലും ഈ പ്രാവശ്യം വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ട്രെയിനിനകത്ത് കയറാൻ പറ്റി. ഞാൻ ഈ പറയുന്ന പോലെ നടന്ന് ഫ്രണ്ടിൽ വരണമായിരുന്നു. ഫ്രണ്ട് എൻജിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പം 4 അപ്പോൾ അതുകൊണ്ട് നടക്കണമായിരുന്നു. ഫ്രണ്ട് തൊട്ട് ഈ ഇതിൻ്റെ അറ്റ വരെ നടക്കണമായിരുന്നു. അപ്പം രണ്ടുപേരും ചേട്ടനും അനിയനും കൈയൊക്കെ പിടിച്ച് നടന്ന് വന്നു അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഇന്നലെ തൊട്ട് ആക്ച്വലി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഒതുക്കുന്നതും പാക്കിങ്ങും. ഞാൻ പറഞ്ഞു ഞങ്ങൾ എവിടെ പോവാണെങ്കിലും റൂമും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ പോവുക. അതൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിനി ഒരു കുറച്ച് ദിവസം ഓണത്തിൻ്റെ അന്ന് വരെ ഞങ്ങൾ വീട്ടിലുണ്ടാവും. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. രണ്ടുപേർക്കും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും സാരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറേ നാളായല്ലോ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കുറേ നാളല്ലേ, കുറച്ചധികം നാളായി. എനിക്ക് തോന്നുന്നൊരു 10-20 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. എൻ്റെ അറിവിൽ 10-20 ദിവസമാണ്, 10-15 ദിവസമായി എന്തായാലും വീഡിയോ ഇട്ടിട്ട്. തോമ വെള്ളം വേണം പിന്നോ. പതുക്കെ കഴുകിട്ടാ. അമ്മ ബെല്ലം അമ്മ എടുത്തരാം ചാക്കോയ്ക്ക്. ചാക്കോന്റെ ന്യൂ വാട്ടർ ബോട്ടിലാണോ? നിക്ക് അവൻ കുടിക്കട്ടെ. ആരാ വരണേ ചാക്കോ? ഈശോ ആരാ വരണേ? ചാക്കോ ഹായ് പറഞ്ഞേ. വർത്താനം പറ. തോമ ആലോചിച്ചിട്ട് പറ, ഓർത്ത് പറ. നിങ്ങക്ക് ഇഷ്ടാണോന്നൊക്കെ ചോദിക്കും. വർത്താനം പറ. എവിടെയാ പോണെന്ന് പറഞ്ഞേ? കോട്ടയത്ത് വെക്കേഷന് പോവാന്ന് പറഞ്ഞു. ഇനി എന്താ വരാ? നാളെ അല്ല, കൊറേ ദിവസം കഴിഞ്ഞു. തൊടാൻ പാടില്ല. എവിടെയാ പോണേ ചാക്കോ? എവിടെയാ പോണേ? കോട്ടയം. എനിക്ക് കൂടുതലും ട്രാവൽ ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നിയാട്ടോ. അതാരാ? വീണു, ആരും കണ്ടില്ല. ആരും ചാക്കോ ആ വള്ളി മാറ്റി, ഞാൻ അമ്മ മാറ്റിയിടാം. വെയിറ്റ് വേസ്റ്റ് ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല. സൂക്ഷിക്കുന്നുണ്ട് തോമു. കാല് വേദന എടുത്തോ? ഇപ്പം ഞങ്ങളിതേ കോട്ടയത്ത് വന്നിറങ്ങിയപ്പോൾ നല്ല പെരുമഴ. പോരാത്തതിന് റെയിൽവേ സ്റ്റേഷൻ്റെ സെറ്റപ്പ് മാറി. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ പുറത്ത് വന്നു ഓട്ടോ പിടിച്ചത് വീട്ടിലെ പോകണം. അമ്മ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ വേണ്ട, മഴയല്ലേ, ഞങ്ങൾ വന്നോളാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവർ നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ഈസിയായി. പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ റോഡിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അമ്മയുടെ കൈ പിടിച്ച് ലഗേജൊക്കെ എടുത്ത് വരുമായിരുന്നു. എന്നിലൂടെ ഞാൻ അവരെ കണ്ടു കേട്ടോ. പിന്നെ വന്നിട്ട് പതിപോലെ പാപ്പീനെ ഉപദ്രവിക്കൽ, ക്ലിപ്പ് കുത്തി ദേഹത്ത് ഞാത്തിയിടൽ. ചാക്കോനെ നോക്കിയാൽ ഞാനിങ്ങനെ വോയിസ് മെസ്സേജ് മമ്മി കേൾക്കണ പോലെ അവൻ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഡാളിനെ വിളിക്കും. അക്കീനെ ഇപ്പോൾ ഡാളി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. പിന്നെ പതിവ് പോലെ രാത്രി കരച്ചിൽ, ചാക്കോച്ചൻ്റെ വക. അപ്പനെ കാണണം ഉറക്കത്തിൽ. തോമും ചാക്കോ ആയതുകൊണ്ട് കേട്ടോ, അത് അവരുടെ റുട്ടീനായി. അപ്പയുടെ കൂടെ കിടന്നുറങ്ങി അപ്പയുടെ വലതും ഇടതുമായിട്ട് ചാക്കോയും തോമും കിടന്നുറങ്ങി അവർക്ക് അപ്പയില്ലാണ്ട് പറ്റത്തില്ല അല്ലേ ചാക്കോ? എന്നിട്ട് രാത്രി അതും പറഞ്ഞ് കരച്ചിലാണ്. അപ്പ എവിടെ എന്ന് ചോദിച്ച് കരച്ചിലാണ്. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ വന്ന 2 ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ
നല്ല മഴയായിരുന്നു. പിന്നെ അങ്ങോട്ട് വെയിലായി. ഞാൻ തുണി അലക്കി ഇടുന്ന അന്നോട്ട് വെയിൽ തുടങ്ങി. സോ കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസിയായി. തുണി വേഗം ഉണങ്ങും അങ്ങനെയൊക്കെ. കാരണം പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ പിള്ളേരായാലും അവരുടേതായ രീതിയിൽ കളിയും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചാക്കോച്ചനും പറഞ്ഞ പോലെ ചാക്കോച്ചൻ്റെതായ തനി നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചാക്കോച്ചൻ അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഓൾറെഡി മമ്മിയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനിതും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നല്ലതായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഇനിയിപ്പം പള്ളിയിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പറ്റിയ വീഡിയോ എടുക്കും, ഇല്ലെങ്കിൽ അവരെങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ടിട്ട് വരും കേട്ടോ. എന്താണെന്നറിയില്ല, മാതാവിനോടൊന്ന് പറയണം. ഒരു കാര്യങ്ങൾ അങ്ങോട്ട് നടക്കണില്ല എന്നുള്ളത് അറിയില്ല. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയത്തില്ല, എന്ത് നമ്മൾ ട്രൈ ചെയ്താലും അത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്ന്. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതൊന്നും എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ. അതൊന്ന് മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം കേട്ടോ. ഹലോ, വന്നോട്ട് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചാണെങ്കിലും ഒന്നും പറ്റിയിട്ടില്ല. വന്ന് ഒന്ന് സെറ്റിലാവാൻ ടൈം എടുത്തു. പിന്നെ ഞാനും തോമും ഒരു സിനിമയ്ക്കൊക്കെ പോയി. അല്ലേ ചാക്കോ? ഞാനും തോമും സിനിമയ്ക്കൊക്കെ പോയി. പിന്നെ ഇന്നലെ എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫോൺ എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ബിസിനസ് ഫോണൊന്ന് എനിക്കെന്താണെന്ന് അറിയാം. ഞാൻ എൻ്റെ ഒരു പഴയ ഫോണിൽ ഇട്ടപ്പോൾ തൊട്ട് എൻ്റെ ഒരു കാര്യങ്ങളും നടക്കണില്ല. അപ്പം പിന്നെ ഫോട്ടോസും സ്റ്റോറേജും ഒന്നും അതിലില്ല. അപ്പോൾ ഞാൻ വേഗം പിന്നെ അപ്ഗ്രേഡ് ചെയ്യാം, കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒറ്റ ഫോണിൽ തന്നെ ഇടാലോ എന്ന് വിചാരിച്ചു. തോമുണ്ട് ഇവിടെ. ഹായ് പറ, ഗുഡ് മോർണിംഗ് പറ. എന്ത് ചെയ്യാ? തോമുന് ഇപ്രാവശ്യം അങ്ങനെ കളിക്കാൻ ആൾക്കാരില്ല. കാരണം സേറയ്ക്കും ഷോണിനൊക്കെ പനിയായതുകൊണ്ട് അവരെല്ലാവരും വഴിയിൽ നിന്നുള്ള കളികളേ ഉള്ളൂ. വീട്ടിൽ വന്നുള്ള കളിയില്ലാത്തതുകൊണ്ട് തോമുന് ഭയങ്കര ബോറടിയാണ്. അല്ലേ തോമു? പിന്നെ പാപ്പീനെ അടിച്ച് ഷേപ്പ് മാറ്റി സമയങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേ രാവിലെ ഞാൻ തുണിയൊക്കെ അലക്കിയിട്ട് ഇവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് എവിടെ പോയാലും എൻ്റെ തുണികൾ എനിക്ക് അലക്കണം. എൻ്റെ ആയാലും പിള്ളേരുടെ ആയാലും എനിക്കത് ഭയങ്കര വേറെ ആൾക്ക് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അത്രയ്ക്കും വയ്യ, എണ്ണിക്കാൻ പോലും വയ്യാതെ കിടക്കുകയാണെങ്കിൽ ഞാൻ പിന്നെയും സമ്മതിക്കും. എന്നാലും ഇപ്പോഴത്തെ ഒരു സ്വഭാവത്തിന് ഞാൻ സമ്മതിക്കാറില്ല. കസിൻസിൻ്റെ വീട്ടിലൊന്നും പോയിട്ടില്ല ഈ പ്രാവശ്യം. വന്നിട്ട് ത്രെഡ് ചെയ്യാൻ പോകണം. ത്രെഡ് ചെയ്തിട്ട് 2.5 മാസമായി ത്രെഡ് ചെയ്യണം. അങ്ങനെ ഫുൾ വളർന്നിരിക്കുകയാണ്. ഒന്ന് ബ്ലീച്ച് ചെയ്യണം, എണ്ണ ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇന്നലെയാണ് തോമുനെ ഇട്ടിട്ട് ഞാനൊന്ന് പോയത്. ഇവനെ സംബന്ധിച്ച് പറയാണ്ട് പോയാൽ മിണ്ടില്ല. എന്നോട് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാലാണ് ബുദ്ധിമുട്ട്. നമ്മൾ പല പിള്ളേരും പല രീതിയിലാണെന്ന് പറയില്ല. ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയാണ്ട് പോയാൽ അവന് കുഴപ്പമില്ല. അപ്പോൾ അവനോട് യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ അവൻ പ്രശ്നമാക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നലെ അവരെ ഒന്ന് സെറ്റിലാക്കി ഇരുത്തിയിട്ട് ഞാൻ പോയി. ഇന്നലെ ഫോണിൻ്റെ കാര്യം മാത്രമേ നടന്നുള്ളൂ. എനിക്ക് ഒട്ടും പറ്റാണ്ടായി. വെയിലത്ത് പോയിട്ട് പറഞ്ഞ പോലെ പീരീഡ്സായി. ഫസ്റ്റ് ഡേ ആയിരുന്നു. സോ ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ മാത്രം പോയി. എനിക്ക് 2-3 സ്ഥലത്തൂടെ പോവാണ്ടായിരുന്നു. ബ്ലോക്സോ? ഒതുക്കി വെക്കുവോ? കളിച്ചിട്ട് ഒതുക്കി വെക്കുവോ? ഉറപ്പാണോ? എനിക്ക് അമ്മ വരാം. വീഡിയോ വൈൻഡപ്പ് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് ബൈ പറഞ്ഞേ, എന്നിട്ട് വീഡിയോ നിർത്താം. എന്നിട്ട് നമുക്ക് ബ്ലോഗ്സ് എടുത്ത് തരാം. ഹാപ്പി ഓണം പറ. ചാക്കോ ഒന്ന് ബൈ പറ. ബായോ ബാ. ചാക്കോനെ കണ്ടില്ലല്ലോ. ബായ് പറ. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം. ഒരു ഫ്ലൈങ് കീസ് കൊടുത്ത എല്ലാവർക്കും. തോമു കുട്ടാ, തോമു കുറുമ്പ് പീക്ക് മൂടാണ്. കാരണം ലീലമാമി ഇല്ല. അമ്മ പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. എല്ലാവർക്കും പറ. എല്ലാവർക്കും പിണങ്ങനെ
ചാക്കോ ഇങ്ങനെയുണ്ട് ഇപ്പൊ പിണങ്ങണത്. കണ്ണുന്തി പിടിച്ചിട്ട് ഒരു കണ്ണുന്തി പിടിച്ചിട്ട് പ്ലാങ്കിച്ചു കൊടുക്കുക എല്ലാവർക്കും. ചക്കര ഉമ്മ. നാളെ വരാന്ന് പറ. നാളെ വരാം. അപ്പൊ എല്ലാവർക്കും ബൈ.